ആത്മാർത്ഥത വളരെ കൂടുതലാണോ നിങ്ങൾക്ക്? പല സ്ഥലത്തുനിന്നും അതിന് പണി കിട്ടാറുണ്ടോ? നിങ്ങളെ പരാജയപ്പെടുത്തുന്നത് നിങ്ങളുടെ ഈ സത്യസന്ധതയാണെന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ. നമസ്കാരം, കൃഷ്ണാര മിത്രത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. സവിതയാണ് കേട്ടോ. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ഹേ നാഥ നാരായണ വാസുദേവ. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ഹേ നാഥ നാരായണ വാസുദേവ. ശ്രീ ഗുരുവായൂരപ്പ ശരണം ഹരേ. ഇന്നത്തെ സത്സംഗത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ശ്രീലകത്ത് ശ്രീ ഗുരുവായൂരപ്പൻ 2 കൈയിലും ഓടക്കുഴൽ പിടിച്ച് തോളോട് ഓടക്കുഴൽ ചേർത്ത് പിടിച്ചിട്ടാണ് അത്രേ നിൽക്കുന്നത്. കണ്ടിട്ടില്ല കേട്ടോ, കേട്ടറിവാണ്, കാണാൻ പോകുന്നതേ ഉള്ളൂ. എന്തായാലും കുഞ്ഞുണ്ണി കൃഷ്ണന് എത്ര ഉടക്കുഴലി കിട്ടിയാലും മതിയാവില്ല, എത്ര താമരപ്പൂ കിട്ടിയാലും മതിയാവില്ല, എത്ര മയിൽപ്പീലി കിട്ടിയാലും മതിയാവില്ല, എത്ര മഞ്ചാടിക്കുരു കിട്ടിയാലും മതിയാവില്ല. നമ്മുടെ ഉണ്ണിക്ക് ഇതെല്ലാം എന്നും പ്രിയപ്പെട്ടതാണ്. എന്തുകൊണ്ടാണ് ഇതെല്ലാം എപ്പോഴും പ്രിയപ്പെട്ടതാവണതെന്ന് ആലോചിച്ചിട്ടുണ്ടോ? ഓരോ മഞ്ചാടിമണിയും നോക്കുന്നത് ഗുരുവായൂരപ്പൻ ആ മഞ്ചാടിയിലേക്കല്ല, ഇത് തന്ന ആളുടെ ആ ഹൃദയത്തിലേക്കാ. അതേപോലെ തന്നെയാണ് ഓരോ തവണ ഓരോ ഓടക്കുഴലും മാറി മാറി കൊണ്ടുപോയി കൊടുക്കുമ്പോൾ ഈ ഓടക്കുഴലൊക്കെ എടുക്കുമ്പോൾ ഭഗവാന്റെ ഉള്ളിൽ വരുന്നത് ആ ഓടക്കുഴലിൽ നിന്ന് വരുന്ന നാദമോ അതെങ്ങനെ വായിക്കണം എന്നുള്ളതിനെ കുറിച്ചോ ഒന്നുമല്ല, ആ ഓടക്കുഴലിൽ തന്ന അമ്മയെ കുറിച്ചാ ഉണ്ണികൃഷ്ണനെ ആലോചിക്കുന്നുണ്ടാവുക. ഇതേപോലെ തന്നെ കാണാനെത്തുന്ന തൻ്റെ പ്രിയപ്പെട്ട ഭക്തരെ തനിക്ക് തരുന്ന ഓരോ സമ്മാനങ്ങളും ഈ സമ്മാനപ്പൊതി അഴിച്ചു നോക്കുന്ന സമയത്ത് ഉണ്ണികൃഷ്ണൻ വിചാരിക്കുന്നത് ഇത് എത്രത്തോളം ആത്മാർത്ഥമായിട്ടാണ് ആ തന്ന ഭക്തൻ തരുന്നത് എന്നതിനെ കുറിച്ച് തന്നെയായിരിക്കും അല്ലേ. എന്തായാലും ഉണ്ണികൃഷ്ണന്റെ പാദത്തിൽ അനന്തകോടി നമസ്കാരം പറയുന്നു. ഒപ്പം കൃഷ്ണപാദമനിശം ഹൃദി ഭാവയാമി, ഹരി കൃഷ്ണപാദമനിശം ഹൃദി ഭാവയാമി. ഇന്നത്തെ ചോദ്യങ്ങൾ നോക്കാം അല്ലെ. ആരതി എന്ന ഐഡിയിൽ നിന്നാണ് കാണുന്നത്. ഓപ്പോളെന്റെ മകൻ 7ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അവൻ വല്ലാതെ ഒറ്റപ്പെടുന്നുണ്ട് എന്ന് പരാതി പറയുന്നു. കേൾക്കുമ്പോൾ സഹിക്കാൻ പറ്റുന്നില്ല. സ്ട്രെയിറ്റ് ഫോർവേഡ് ആണ്. തെറ്റ് ചെയ്താൽ ശിക്ഷിക്കപ്പെടും എന്ന് അറിയാവുന്നത് കൊണ്ട് അവൻ ഒന്നും കഴിവതും ചെയ്യാറില്ല. എല്ലാ കുട്ടികളും അങ്ങനെ ആകും എന്ന് അവൻ വിചാരിച്ചിട്ടുണ്ടാവും. അറിയാതെ തന്നെ മറ്റുള്ളവർ ഒരുക്കുന്ന കെണിയിൽ വീണു പോകുന്നുണ്ട്. പ്രൂവ് ചെയ്യാൻ കഴിയുന്നില്ല. തെളിവില്ലാത്ത കാരണം കൊണ്ട് എൻ്റെ കുഞ്ഞ് തെറ്റിദ്ധരിക്കപ്പെടുന്നു. അവൻ വരും വരെ എനിക്ക് ആദ്യമാണ്. ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ഇന്നത്തെ കാലത്ത് ഇന്ന് വല്ലാത്തൊരു ലോകമായി മാറിയിരിക്കുന്നു. നമുക്ക് കുട്ടികളോട് തെറ്റ് ചെയ്യരുത്, നുണ പറയരുത്, ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഉപദേശിക്കുമ്പോൾ അവർ തിരിച്ചു ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മുന്നിൽ പകച്ചു നിൽക്കേണ്ട അവസ്ഥ വരുന്നുണ്ട്. കാരണം പലപ്പോഴും അവർ നമ്മളോട് തിരിച്ചു ചോദിക്കുന്നു, അപ്പൊ അവർ നുണ പറയണ്ടല്ലോ, അവർ പറഞ്ഞതൊന്നും സത്യമാവണില്ലല്ലോ, ഞാൻ വിചാരിച്ചു ഒരു സത്യം പറയുന്നു. ഇങ്ങനെയുള്ള നിഷ്കളങ്കമായ പല ചോദ്യങ്ങളും ഉണ്ട് അവരുടെ ഉള്ളിൽ നിന്ന് വരുന്നത്. എല്ലാ പാരൻസും ഒന്നും ഇങ്ങനെയൊന്നും അല്ല തോന്നുന്നു കുട്ടികളെ വളർത്തണത്. എനിക്കും ഇങ്ങനത്തെ അനുഭവം ഉണ്ട്. 7ാം ക്ലാസ്സുകാരി ഇവിടെ ഉണ്ട്, 5ാം ക്ലാസ്സുകാരി ഉണ്ട്, 3ാം ക്ലാസ്സുകാരി ഉണ്ട്, എല്ലാവരും ഇവിടെ ഉണ്ട്. അപ്പോൾ എനിക്ക് ഈ പ്രായത്തിലുള്ള കുട്ടികളുടെ ആ മനോവ്യാപാരങ്ങളെ കുറിച്ചൊക്കെ നന്നായിട്ട് മനസ്സിലാവുകയും ചെയ്യുന്നുണ്ട്. ഇത് വല്ലാത്ത ബുദ്ധിമുട്ടുള്ളതാണ്. എൻ്റെ 3 കുട്ടികൾക്കും ഈ ഒറ്റപ്പെടലുണ്ട്. പിന്നെയും ഇല്ലാത്തത് ആര്യനന്ദക്കാണ്, കാരണം കൂടെ കൃഷ്ണദേവ് ഉണ്ട് എന്നുള്ളതുണ്ട്. ബാക്കി 2 കുട്ടികൾക്കും പല സമയത്തും പല സന്ദർഭങ്ങളിലും അവർ പറഞ്ഞു കേൾക്കാറുണ്ട്, ഇന്ന കുട്ടി എന്നോട് ഇങ്ങനെ പറഞ്ഞു, എനിക്ക് വിഷമമായി, എന്നെ സപ്പോർട്ട് ചെയ്യാൻ ആരെയും കിട്ടിയില്ല എന്നൊക്കെ. ഞാൻ അവരോട് പറയാറുള്ളത് ഗുരുവായൂരപ്പനെ കൂട്ടുകാരനായി കൂടെ കൂട്ടൂ എന്നാണ്. അത് നമുക്ക് അവരോട് പറഞ്ഞു കൊടുക്കാനേ പറ്റുള്ളൂ. അവർക്കത് എത്രത്തോളം പ്രാക്ടിക്കലി ഇഷ്ടാവും എന്ന് ചോദിച്ചാൽ അറിയില്ല. പക്ഷെ അത് ഇഷ്ടമാക്കി കൊടുക്കാൻ നമുക്ക് ഒരുപാട് വഴികളുണ്ട്. അതെന്താണെന്നറിയോ? ഒരു ദിവസം നടന്ന എല്ലാ സംഭവങ്ങളും ഉണ്ണികൃഷ്ണനോട് നേരിട്ട് പോയി സംസാരിക്കാൻ പറയാ അവരോട്. ഇത് ഇന്ന ഈ കാര്യങ്ങളൊക്കെ എൻ്റെ ക്ലാസ്സിലുണ്ടായി, ഇന്ന രീതിയിലൊക്കെ ഓരോരുത്തരും എന്നോട് സംസാരിച്ചു എന്ന രീതിയിൽ ഇവരോട് ഓരോ കാര്യങ്ങളും, നമ്മൾ അമ്മമാരോട് ഓടി വന്ന് കുട്ടികൾ കാര്യങ്ങൾ പറയില്ലേ, നിരത്തി നിരത്തി എണ്ണി എണ്ണി പറയാറുണ്ട് ക്ലാസ്സിൽ നടക്കുന്ന വിശേഷങ്ങളും സംഭവങ്ങളും എല്ലാം അല്ലെ. അതേപോലെ തന്നെ ഉണ്ണികൃഷ്ണനോട് പറയാം. പതുക്കെ 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 അവർ ആ കൂട്ടിലേക്ക് ഒഴുകി വീഴുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അശ്വതി എന്ന നമ്മുടെ കൃഷ്ണാരി മിത്രൻ ഗ്രൂപ്പിലെ അംഗം, അശ്വതിയുടെ മകൻ ഇങ്ങനെ ചെയ്യുന്നതായിട്ട് എനിക്ക് പറഞ്ഞു കേട്ട അറിവുണ്ട് കേട്ടോ. പ്രഹ്ലാദ് എന്നാണ് അവൻ്റെ പേര്. പ്രഹ്ലാദ് എപ്പോഴും ഉണ്ണികൃഷ്ണനോട് സംസാരിക്കാറുണ്ട്, ആഗ്രഹങ്ങൾ പറയാറുണ്ട്, വർത്താനം പറയാറുണ്ട്, ഡയറി എഴുതാറുണ്ട്, ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ഉണ്ണികൃഷ്ണനുമായിട്ട് ഷെയർ ചെയ്യാറുണ്ട് എന്നൊക്കെ പറയാറുണ്ട്. ഇത് പറഞ്ഞു കേട്ടതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഇവിടെയും കുട്ടികളോട് ഇങ്ങനെ ചെയ്തു നോക്കൂ എന്ന് പറഞ്ഞപ്പോൾ മിത്രവിന്ദ കുറച്ചൊക്കെ അങ്ങനെ എഴുതി വെക്കാറുണ്ട്. ഉണ്ണികൃഷ്ണനോട് ഓരോ സജഷൻസ് ചോദിക്കുക,
അല്ലെങ്കിൽ ഒപ്പീനിയൻസ് അതൊക്കെ എടുക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഡയറിയിലൊക്കെ എഴുതി വെച്ച്, അപ്പോൾ അവർക്ക് അവരെ തന്നെ കുറച്ചും കൂടി ഡീപ്പായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അവരുടെ ഉള്ളിലെ ഇഷ്ടങ്ങൾ എന്താണ്, ഇഷ്ടക്കേടുകൾ എന്താണ്, ഇതെല്ലാം അവർക്ക് തന്നെ സ്വയം മനസ്സിലാവും. അത് മാത്രമല്ല, എന്തിനും ഏതിനും എൻ്റെ കൂടെ ഗുരുവായൂരപ്പൻ ഉണ്ട് എന്ന് ഒരു തോന്നൽ വരും. എന്നെ അങ്ങനെ എങ്ങനെയും തോൽപ്പിക്കാൻ പറ്റില്ല, എൻ്റെ കൂടെ എൻ്റെ ഗുരുവായൂരപ്പൻ ഉണ്ട് എന്ന ഒരു ഉറച്ച വിശ്വാസം വരാൻ ഈ 7ാം ക്ലാസ്സുകാരനെ കൊണ്ടൊക്കെ എളുപ്പത്തിൽ സാധിക്കും. പ്രത്യേകിച്ച് അവൻ നല്ല സത്യസന്ധനാണ് പറയുമ്പോൾ. കാരണം നമുക്കൊരിക്കലും അവനോട് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല, നീയും കുറച്ചൊക്കെ ഫൈറ്റ് ചെയ്യണം, നീ അവനോട് എതിർക്കണം, നീ അവനെ പോയി 4 അടി അടിക്കണം, ഇങ്ങനൊന്നും പറയാൻ പറ്റില്ല. നമുക്ക് നേരെ വരുന്ന എന്താ പറയാ, കള്ളത്തരങ്ങളെ എതിർത്ത് നിൽക്കാനുള്ള ഒരു കഴിവ് അവനിൽ ഉണ്ടാക്കിയെടുക്കാൻ എങ്ങനെയെങ്കിലും ശ്രമിക്കാനേ പറ്റുള്ളൂ. അതല്ലാതെ അവനോട് കൂടി കള്ളനായിക്കോളൂ എന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ കുറച്ചൊക്കെ ഉള്ളിൽ ഇത്തിരിയൊക്കെ ക്രൂഡ്നെസ് ഒക്കെ ഉള്ള ആൾക്കാർക്കാണത്രേ ഈ വിഷക്കാറ്റടിക്കുമ്പോൾ മാറി നിൽക്കാൻ പറ്റുക. നിഷ്കളങ്കരായവർ പെട്ടെന്ന് പെട്ടുപോകുന്നു ഞാൻ കേട്ടിട്ടുണ്ട്. അത് സത്യമാണെന്ന് എനിക്ക് തോന്നാറുമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആളുകളോട് ഗുരുവായൂരപ്പൻ്റെ പ്രൊട്ടക്ഷൻ എടുക്കാൻ പറയാൻ മാത്രമേ നമുക്ക് പറ്റുള്ളൂ. ഗുരുവായൂരപ്പൻ്റെ പ്രൊട്ടക്ഷൻ എടുക്കൂ നിങ്ങൾ, അപ്പം നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും തീരും. ഇങ്ങനെ പറയാനല്ലേ നമുക്ക് പറ്റുള്ളൂ. അപ്പം അങ്ങനെ തന്നെ പറഞ്ഞു കൊടുക്കൂ. ഒപ്പം ആരതി നാരായണ കവച മന്ത്രം ഇന്നും മോന് വേണ്ടി ചൊല്ലൂ. നാരായണ കവചം എല്ലായ്പ്പോഴും അവന് വേണ്ടി, അവനൊരു പ്രൊട്ടക്ഷനായിട്ട് എപ്പോഴും ഭഗവാൻ കൂടെ ഉണ്ടാവാൻ വേണ്ടി ചൊല്ലൂ. ഭഗവത്ഗീത പഠിപ്പിക്കൂ അവനെ. ഓരോ ശ്ലോകം വെച്ച് ഓരോ ദിവസവും അർജുനനോട് ഭഗവാൻ ഇങ്ങനെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, അർജുനനോട് ഭഗവാൻ അങ്ങനെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് എന്ന രീതിയിൽ ഓരോ ശ്ലോകങ്ങളായിട്ട് ഓരോ ദിവസം മോനെ പഠിപ്പിക്കൂ. ഈ ഭഗവത്ഗീത പഠിപ്പിക്കുന്നതിനോടുള്ള ഗുണം എന്താണെന്നറിയോ? നമ്മുടെ മനസ്സിന് നല്ല ശക്തി ലഭിക്കാൻ വളരെ നല്ലതാണ്. നമ്മൾ സ്ട്രോങ് ഡിസിഷൻ മേക്കർ ആവാനൊക്കെ നല്ലതാണ് കേട്ടോ. വളരെ പ്രിസൈസ് ആവാൻ, നമ്മുടെ തീരുമാനങ്ങളൊക്കെ വളരെ ഷാർപ്പാവാൻ, പ്രിസൈസ് ആവാൻ ഒക്കെ വളരെ നല്ലതാണ് ഭഗവത്ഗീത ഫോളോ ചെയ്യുന്നത്. അപ്പം അത് പഠിപ്പിക്കാൻ ശ്രമിക്കൂ. ഇതാണ് അതിനുള്ളൊരു പരിഹാര മാർഗം എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ. അടുത്തതായിട്ട് പാർവതി നായർ എന്ന ഭക്തയാണ് ചോദിച്ചിരിക്കുന്നത്, തൂണിൽ ഹനുമാൻ സ്വാമിയുടെ അവിടെ കുങ്കുമം കാണാലോ, അത് ഭക്തർ കൊണ്ടുവന്ന് ഇടുന്നതാണോ അതോ അമ്പലത്തിൽ തന്നെയുള്ള ശാന്തിക്കാർ ഇടുന്നതാണോ എന്ന്. ഭക്തർ കൊണ്ടുവന്ന് സമർപ്പിക്കുന്നതാണ് അത്. എന്നാൽ സ്ത്രീകൾ അങ്ങനെ സമർപ്പിക്കാൻ പാടില്ല എന്ന് അവിടെയുള്ള നമ്പീശന്മാരും ഭാര്യമാരും ഒക്കെ കാര്യക്കാരൊക്കെ നമ്മളോട് പറയാറുണ്ട്. സ്ത്രീകൾ ഹനുമാൻ സ്വാമിയുടെ ആ കുങ്കുമം എടുത്തു തൊടുമ്പോൾ താഴെ ട്രേയിൽ വീണത് മാത്രം തൊടാൻ ശ്രമിക്കണം, അദ്ദേഹത്തിന്റെ ദേഹത്ത് നിന്ന് എടുക്കരുത് എന്ന് പ്രത്യേകം പറയാറുണ്ട് കേട്ടോ. അപ്പൊ അതൊന്ന് ശ്രദ്ധിച്ചോളൂ. നമ്മൾ ഭക്തർ തന്നെയാണ് അതവിടെ സമർപ്പിക്കാറുള്ളത് കേട്ടോ. അടുത്തതായിട്ട് അനശ്വര മഞ്ജു എന്ന ഐഡിയിൽ നിന്ന് എനിക്ക് വന്ന മെസ്സേജ് എനിക്കൊന്നും ഉണ്ടായിരുന്നില്ല. ഒന്നുകിൽ നിങ്ങൾ മലയാളത്തിൽ ടൈപ്പ് ചെയ്യാൻ ശ്രമിക്കൂ. ഇനി മലയാളത്തിൽ ടൈപ്പ് ചെയ്യുന്നില്ലെങ്കിൽ ഇംഗ്ലീഷിൽ ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ കറക്റ്റായിട്ടുള്ള പ്രൊനൗൺസിയേഷൻ നോക്കി ടൈപ്പ് ചെയ്യൂ. എനിക്കിത് മുഴുവനായിട്ടും മനസ്സിലാവുന്നില്ല. ചേച്ചി എൻ്റെ കമൻറ്റ് എന്നായിരിക്കാം, വായിക്കാതിരിക്കല്ലേ, ഞാനും എൻ്റെ ഒരു തവണയും കൂടി എനിക്കൊന്ന് അയക്കൂട്ടോ, എനിക്കത് മനസ്സിലാവണില്ലേ ശരിക്കും. സവിത, ഞാൻ 2-3 തവണ സവിതയോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു സോപാനം തുഴൽ എങ്ങനെയാണ് എന്ന്. ഇന്നലെയും ചോദിച്ചിരുന്നു, പക്ഷെ സവിത മറുപടി തന്നില്ല. പക്ഷേ ഇന്നത്തെ സവിതയുടെ വാക്കുകളിലൂടെ ഭഗവാൻ എനിക്ക് മനസ്സിലാക്കി തന്നു സോപാനം തുഴൽ എന്താണ് എന്നാണ് അനിത ചേച്ചി പറഞ്ഞിരിക്കുന്നത്. ഞാൻ കാണാഞ്ഞിട്ടാണ്. ഇന്നലത്തെ വീഡിയോയിൽ അത് ഉൾപ്പെടുത്തേണ്ടതായിരുന്നു, കാരണം ഞാനിവിടെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ സംസാരിച്ച് വന്നപ്പോൾ ആ കമൻറ്റ് ഇന്നലെയും പോയി. സോപാനത്തിൻ്റെ അടുത്ത് നിന്ന് തൊഴുന്നതിനെയാണ് സോപാനം തൊഴിൽ എന്ന് പറയാം, മണ്ഡപത്തിൻ്റെ അടുത്ത് നിന്ന് തൊഴുന്നതിനെയാണ് ഏകാന്തം തൊഴിൽ എന്ന് പറയാം കേട്ടോ. അത്രയേ ഉള്ളൂ. അടുത്തതായിട്ട് ഷമീന എന്ന ഭക്തയാണ് പറഞ്ഞിരിക്കുന്നത്, സവിത നമസ്കാരം, ഞാൻ വളരെ സങ്കടത്തിലാണ്, എനിക്കിതിന് മറുപടി തരണം. ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്തെ മാനേജർ ഒരു സ്ത്രീയാണ്. ഞങ്ങളെ എല്ലാവരെയും ഒരുപാട് ഇഷ്ടമാണ്, പ്രത്യേകിച്ച് എന്നോട് ഒരുപാട് അറ്റാച്ച്മെൻ്റ് ആണ്. അവർക്ക് ഇപ്പോൾ വേറെ സ്ഥലത്തേക്ക് മാറ്റമായി. എനിക്കത് കേട്ടപ്പോൾ ഭയങ്കര സങ്കടമായി. എൻ്റെ ഒരു മൂത്ത സഹോദരി എന്നെ വിട്ടുപോകുന്നത് പോലെ ഫീൽ ചെയ്യുന്നു. ഞങ്ങൾ തമ്മിൽ കെട്ടിപ്പിടിച്ച് കരച്ചിലായിരുന്നു. മറ്റൊരാൾ കാരണമാണ് അവരെ ഇവിടെ നിന്ന് മാറ്റുന്നത്. അവരെ ഞങ്ങളുടെ ജോലി സ്ഥലത്ത് തന്നെ നിർത്താൻ ഞാൻ ഗുരുവായൂരപ്പനെ എന്ത് വഴിപാടാണ് ചെയ്യേണ്ടത്? എനിക്ക് ഉത്തരം തരണം പ്ലീസ് സവിത എന്ന്. ഇഷ്ടമുള്ള വഴിപാട് എന്താണോ ചേച്ചിക്ക് തോന്നുന്നത്. ഉണ്ണികൃഷ്ണ, ഞാൻ ഇങ്ങനെ ചെയ്യാട്ടോ, എനിക്കിതിന്നൊരു ഒരു സങ്കടമോചനം തരണേ എന്ന് പറഞ്ഞിട്ട് പ്രാർത്ഥിച്ചോളൂ കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ
ഇത് എങ്ങനെയായാലും നന്നാവുക എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. സങ്കടം ഇല്ലാതിരിക്കണം എന്ന് മാത്രമേ നമുക്ക് ഗുരുവായൂരപ്പനോട് പറയാൻ പറ്റുള്ളൂ. അത് ഇന്ന രീതിയിൽ വേണം സങ്കടം ഇല്ലാണ്ടിരിക്കുക അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല ഗുരുവായൂരപ്പനോട്. ചിലപ്പോൾ അവരിവിടുന്ന് പോയിട്ട് അവിടെ കുറച്ച് ദൂരെ എത്തി ആ സ്ഥലം മാറ്റം കിട്ടിയ സ്ഥലത്ത് വർക്ക് ചെയ്യുമ്പോഴാണെങ്കിലോ അവർക്ക് നന്നാവുന്നത് അത് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമ്മൾ പറയുമ്പോൾ നമുക്ക് നല്ലത് വരണം, അവർക്കും നല്ലത് വരണം. അവർക്ക് ഇവിടെ നമ്മൾ പിടിച്ചു നിർത്തിയെന്ന് കരുതിയിട്ട് അവരുടെ ഭാവിയിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവരുത്. അതേപോലെ നമുക്ക് അവർ പോയി എന്നുള്ള സങ്കടം ഉണ്ടാവരുത്. അപ്പൊ എൻ്റെ ഈ സങ്കടത്തിന് എന്തെങ്കിലും ഒരു പരിഹാരം പറഞ്ഞു തരണേ ഉണ്ണികൃഷ്ണ എന്ന് പറഞ്ഞ ആദ്യം എന്ത് വഴിപാടാണോ മനസ്സിൽ തോന്നുന്നത് അത് ചെയ്തോളൂ കേട്ടോ. അടുത്തതായിട്ട് ജിഷ സത്യൻ എന്ന ഭക്തയാണ് പറഞ്ഞിരിക്കുന്നത്. മോളെ, എനിക്ക് മോളോട് പേഴ്സണൽ ആയിട്ടൊരു കാര്യം പറയണം എന്നുണ്ട്. അങ്ങനെ പറയാൻ പറ്റുമോ? മോളുടെ വാട്സപ്പ് നമ്പർ ഈ ചാനലിൽ നിന്ന് തന്നെ കിട്ടിയിരുന്നു. അതിൽ പറയാൻ പറ്റുമോ? മോൾ പറഞ്ഞിരുന്നു വാട്സപ്പ് എപ്പോഴും ഒന്നും നോക്കാറില്ല എന്ന്. പക്ഷെ മോളോട് എനിക്ക് പറയും വേണം. എന്താ ചെയ്യുക? വിളിച്ചു നോക്കൂ കേട്ടോ. ഞാൻ വാട്സപ്പ് നോക്കുന്നത് എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഒഴിവുള്ളപ്പോൾ നോക്കുക. അപ്പോൾ ഒരു 3-4 ദിവസം ഒരുമിച്ചൊക്കെ ഇടയ്ക്ക് നോക്കും. ചിലപ്പോൾ ഒന്നും നോക്കില്ല, ഒറ്റ മെസ്സേജ് പോലും നോക്കില്ല. അങ്ങനെ മാറി മാറിയിട്ടാണോ? അപ്പോൾ എനിക്ക് അറിയില്ല. ഞാൻ മെസ്സേജ് അയച്ചാൽ കാണാനുള്ള സാധ്യത വളരെ 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 കുറവാണ്. വിളിച്ചു നോക്കൂ. വിളിച്ചാൽ സംസാരിക്കാൻ പറ്റുന്ന സമയമാണെങ്കിൽ ഞാൻ ഫോൺ എടുക്കാം കേട്ടോ. അടുത്തതായിട്ട് സവിത ചേച്ചി, എൻ്റെ മകൾ ഗായത്രി +2 നല്ല റിസൾട്ടോടെ പാസ്സായി. അലോട്ട്മെൻറ്റിന് കൊടുത്തിട്ടുണ്ട്. ശ്രീകൃഷ്ണ കോളേജിൽ ചേരണമെന്നുണ്ട്. അതിന് ഞാൻ എന്ത് വഴിപാടാണ് ചെയ്യേണ്ടത്? ദിവസവും മുടങ്ങാതെ ബാണയുദ്ധം ചൊല്ലി നമസ്കരിച്ചോളൂ. എൻ്റെ അനുഭവത്തിൽ നിന്നാണ് ഞാൻ പറയണത്. എൻ്റെ അനുഭവം അങ്ങനെയാണ്. ഞാൻ +2 ചേർന്ന അന്ന് തൊട്ടിട്ട് +1 +2 2 വർഷം നിരന്തരമായിട്ട് ബാണയുദ്ധം ചൊല്ലി നമസ്കരിച്ചിരുന്നു. എനിക്ക് ശ്രീകൃഷ്ണ കോളേജിൽ പഠിക്കണം എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം ഉണ്ടായിരുന്നത്. അപ്പോൾ എനിക്ക് ശ്രീകൃഷ്ണ കോളേജിൽ എന്നെ സീറ്റ് കിട്ടണം എന്ന് പറഞ്ഞിട്ട് ഇഷ്ടമുള്ള വിഷയം പഠിക്കാൻ ഇഷ്ടമുള്ള സീറ്റ് കിട്ടി, നന്നായി പഠിച്ച് നല്ല മാർക്ക് വാങ്ങി ഞാൻ പാസ്സാവുകയും ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ തന്നെ ചെയ്തോളൂ. നാരായണീയത്തിലെ 82ാമത്തെ ദശകം മുടങ്ങാതെ ചൊല്ലിക്കോളൂ. സീറ്റ് കിട്ടിയാലും പാലം കടക്കുവോളും എന്നുള്ളതല്ല, നമ്മൾ എല്ലാ ദിവസവും മുടങ്ങാതെ ചൊല്ലിക്കോളൂ കേട്ടോ. അടുത്തതായിട്ട് പവിത്ര സന്തോഷ് എന്ന ഭക്തയാണ് പറഞ്ഞിരിക്കുന്നത്. സവിത ചേച്ചി, ഞാൻ വീട്ടിൽ കൃഷ്ണ വിഗ്രഹം വെച്ച് പ്രാർത്ഥിക്കുന്നതിനെ പറ്റി ഒരു സംശയം ചോദിച്ചിരുന്നു. ആ കമന്റ് വായിച്ചതുമില്ല, ഡിലീറ്റ് ആക്കിയതായിട്ടും കണ്ടു. ചോദിച്ചതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? ഞാൻ ഇന്ന് വരെ ഒരു കമന്റും ഡിലീറ്റ് ചെയ്തിട്ടില്ല. എന്ന് പറഞ്ഞാൽ മോശം കമന്റ് വന്ന വീഡിയോ വരെ എൻ്റെ വീഡിയോ ലിസ്റ്റിൽ കാണാം നിങ്ങൾക്ക്. അതുപോലും ഡിലീറ്റ് ചെയ്തിട്ടില്ല. അതായത് ഞാൻ എന്തുകൊണ്ട് ഡിവോട്ടീസിൻ്റെ പടിയിറങ്ങി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ ഞാൻ ആദ്യമായിട്ട് ചെയ്ത വീഡിയോ ഒരുപക്ഷെ അതായിരിക്കും. ആ വീഡിയോൻ്റെ താഴെ വളരെ മോശമായിട്ട് കുറേ ആൾക്കാർ കമൻറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പൈസയോടുള്ള അത്യാർത്ഥി കൊണ്ടാണ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി പോകുന്നതെന്ന് പറഞ്ഞവരുണ്ട്. അല്ലെങ്കിൽ എനിക്ക് എന്തൊക്കെയോ കള്ളത്തരം ഉണ്ടെന്നോ അല്ലെങ്കിൽ അങ്ങനെ കുറേ പറഞ്ഞിട്ടുള്ള മോശം കമൻസും ഒക്കെ ഉണ്ട്. അപ്പോൾ കള്ളത്തരങ്ങൾ ഇല്ലാത്തതുകൊണ്ടാണ് എന്നുള്ളത് തെളിയിക്കേണ്ടത് കാലമാണ്. അതല്ലാതെ എനിക്കതിലൊന്നും പറയാനില്ല. ഞാൻ അതിൽ പോലും ഒരു കമൻസ് പോലും ഡിലീറ്റ് ചെയ്തിട്ടില്ല. അപ്പം നിങ്ങളുടെ ചോദ്യം തെറ്റാണ് എന്ന് കരുതി അത് ഡിലീറ്റ് ചെയ്യുന്ന ആളേ അല്ല ഞാൻ. കാരണം നമുക്ക് കുറേ വിഡ്ഢിത്തരങ്ങളായിട്ടുള്ള ചോദ്യം, എൻ്റെ ഉള്ളിലൊക്കെ എന്തൊക്കെ മണ്ടത്തരങ്ങളാണെന്നറിയോ ചോദ്യങ്ങളായിട്ട് വരാറുള്ളത്. പക്ഷെ അത് നമുക്ക് ചോദിക്കാൻ ഒരാളെ കിട്ടി നമ്മൾ ചോദിക്കില്ലേ? നമുക്ക് അറിയില്ലല്ലോ ചോദിക്കുന്ന സമയത്ത് അത് മണ്ടത്തരാണോ അല്ലയോ എന്ന്. ചോദ്യം ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം കിട്ടുമ്പോഴാണ് അയ്യോ ഞാനെന്താ ഇങ്ങനെ ചിന്തിച്ചാലേ, ഇത് മണ്ടത്തരായി പോയില്ലേ എന്ന് തോന്നുള്ളൂ. അതല്ലാത്ത സമയത്ത് നമ്മളുടെ ചോദ്യം നമുക്ക് ഭയങ്കര വാല്യൂബിൾ ആയിട്ടുള്ള ചോദ്യമാണ്. അപ്പം അങ്ങനത്തെ ചോദ്യങ്ങൾ അത് പൊട്ട ചോദ്യമാണ് എന്ന് കരുതി ഡിലീറ്റ് ചെയ്യില്ല. ഞാൻ കണ്ടിട്ടുണ്ടാവില്ല കുട്ടി, അതുകൊണ്ടായിരിക്കും. പിന്നെ കൃഷ്ണ വിഗ്രഹം വീട്ടിൽ വെച്ച് പ്രാർത്ഥിക്കുക പറഞ്ഞാൽ എൻ്റെ വീട് നിറച്ച് കൃഷ്ണ വിഗ്രഹമുണ്ട്. വീട്ടിൽ വെച്ച് പ്രാർത്ഥിക്കാം എന്ന് തന്നെയാണ് എൻ്റെ അനുഭവം എന്നെ പഠിപ്പിക്കുന്നത്. എനിക്കതിലൊരു പ്രത്യേകിച്ചൊരു മോശം അനുഭവം ഭഗവാന്റെ വിഗ്രഹം ഇല്ലത്ത് വെച്ചതുകൊണ്ട് വന്നിട്ടേ ഇല്ല. അങ്ങനെ വരുന്നു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുമില്ല. അപ്പം അതുകൊണ്ട് കൃഷ്ണ വിഗ്രഹം വീട്ടിൽ വെച്ച് പ്രാർത്ഥിക്കാം. അതല്ലാതെ കുട്ടി അതിനെക്കുറിച്ച് എന്തെങ്കിലും സ്പെസിഫൈഡ് ആയിട്ട് ചോദിച്ചിട്ടുണ്ടോ ഇന്ന വിഗ്രഹം, അതൊന്നും എനിക്കറിയില്ല. ഞാൻ ആ കമൻറ്റ് കണ്ടിട്ടില്ല കേട്ടോ. ഡിലീറ്റ് ചെയ്യില്ല, ഉറപ്പായിട്ടും ഡിലീറ്റ് ചെയ്യില്ല. പിന്നെ അതെന്താന്ന് വെച്ചാൽ ഇപ്പം 100 നല്ല കമൻറ്റ് വന്നു, ഒരു പൊട്ട കമൻറ്റ് വന്നു വെച്ചാൽ നമ്മളിപ്പോൾ എന്തിനാ അതിനെക്കുറിച്ച് ബോധേഡാവണേ? എന്നെ ഇങ്ങനെ പാകപ്പെടുത്തിയത് ഡിവോട്ടീസിലുള്ള സമയത്ത് എനിക്ക് വന്നിട്ടുള്ള ട്രോൾ വീഡിയോസ് തന്നെയാണ് കേട്ടോ. ട്രോൾസ് വന്നിട്ട് എന്താ പറയുക, ഏതാണ്ട് കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെയുള്ള ആളുകൾ മുഴുവൻ എന്നെ കുറിച്ച് വളരെ മോശമായിട്ടുള്ള കമൻറ്റ് ഇട്ടു. മോശം ഇൻ ദ സെൻസ് ഓരോ പേജിലായിട്ട് ആ ട്രോൾ വരുന്നുണ്ടായിരുന്നു. ആദ്യത്തെ പേജിലൊക്കെ വന്നത്
ഞാൻ അന്ധവിശ്വാസം പരത്തുക എന്നുള്ള രീതിയിലായിരുന്നു. അത് പിന്നെ എനിക്ക് സഹിക്കാൻ പറ്റുമായിരുന്നു കേട്ടോ. അടുത്ത പേജിൽ വന്നപ്പോഴേക്കും ഞാൻ കണ്ണടച്ചിട്ടാണ് ആ മന്ത്രം ചൊല്ലിയിരുന്നത്. വിദ്യാഗോപാല മന്ത്രമാണ്. അപ്പൊ കണ്ണടച്ച് മന്ത്രം ചൊല്ലുമ്പോൾ ചേച്ചി വേറെ എന്തോ ആണെന്നുള്ള രീതിയിലൊക്കെയുള്ള കമന്റ് ഒക്കെ വന്നു. എനിക്ക് ഭയങ്കര ആ സമയത്തൊക്കെ ഞാൻ എങ്ങനെയാ ജീവിച്ചതെന്ന് എനിക്ക് അറിയില്ല പറയാൻ. അത്രയ്ക്കും മോശം കമന്റ് ഒക്കെ ആയിരുന്നു വന്നിരുന്നത്. പിന്നെ എന്താ വെച്ചാൽ കേട്ട് കേട്ട് ശീലമായി എന്ന് പറയില്ലേ, ദിലീപ് ഒരു സിനിമയിൽ പറയണില്ലേ, കുറച്ച് കഴിഞ്ഞാൽ കഷ്ടകാലമൊക്കെ നമുക്ക് ശീലാവും. അതുപോലെ കേട്ട് കേട്ട് ശീലമായപ്പോൾ എനിക്ക് തോന്നി സാരില്ല പറഞ്ഞോട്ടെ. കാരണം ഞാൻ പറയുന്നതിൽ എനിക്ക് പൂർണ്ണമായ വിശ്വാസം ഉള്ളത് കൊണ്ടാണ് ഞാൻ പറയുന്നത്. എനിക്ക് 100% ഉറപ്പാണ് ഞാൻ അങ്ങനെ ചെയ്തിട്ടാണ് ഇന്ന രീതിയിൽ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ആദ്യത്തെ കമന്റ് ഒക്കെ ചേച്ചി വിദ്യാഗോപാലൻ മന്ത്രം പഠിച്ചിട്ടാണോ ജില്ലാ കളക്ടർ എന്നൊക്കെ ആയിരുന്നു. ജില്ലാ കളക്ടർ മാത്രമേ ലോകത്തൊരു ഉദ്യോഗമായിട്ടുള്ളൂ. ഞാൻ വിദ്യാഗോപാല മന്ത്രം പഠിച്ചിട്ട് തന്നെയാണ് പഠിച്ച MBA വരെ പാസ്സായിട്ട് ബാങ്കിൽ ജോലി കിട്ടിയത്. അത് ഞാൻ അങ്ങനെ തന്നെ വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ വിശ്വാസം മാത്രമേ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുള്ളൂ, അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ തെളിയിക്കപ്പെട്ട കാര്യങ്ങൾ മാത്രമേ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുള്ളൂ. അല്ലാതെ ഞാൻ വളരെ മോശമായിട്ടുള്ള രീതിയിൽ ശാരീരിക പ്രദർശനം നടത്തിയിട്ടൊന്നും അല്ലല്ലോ വീഡിയോ ഇടണേ. പിന്നെ പറയുന്ന ആൾക്കാരുടെ സംസ്കാരം, അവരുടെ വീട്ടിൽ അവരുടെ അച്ഛൻ അവരുടെ അമ്മ എങ്ങനെയാണോ അവരെ വളർത്തുന്നത് ആ രീതിയിലല്ലേ അവർക്ക് പുറത്തു വന്നാൽ പെരുമാറാൻ പറ്റുള്ളൂ. അപ്പൊ അവര് മോശമായിട്ട് പെരുമാറുന്നതിന്റെ അവരുടെ സംസ്കാരമാണ്, അവരുടെ കുടുംബ പശ്ചാത്തലമാണ്. അങ്ങനെ വിചാരിച്ച് നമുക്ക് മിണ്ടാതിരിക്കാം. ഈ ഒരു ചിന്തയിലേക്ക് ഗുരുവായൂരപ്പൻ തന്നെ ആയിരിക്കും ചിലപ്പോ ഉയർത്തിയിട്ടുണ്ടാവുക. അതുകൊണ്ട് ഇപ്പൊ എന്ത് നെഗറ്റീവ് കമന്റ് വന്നാലും ഞാൻ ചിരിക്കാറേ ഉള്ളൂ. കമന്റ് ഒന്നും ഡിലീറ്റ് ചെയ്യാറില്ല. അപ്പൊ ഇത് ഞാൻ കാണാൻ കേട്ടോ. ഇനി എന്തെങ്കിലും അതിൽ ഇനി സംശയം ഉണ്ടെങ്കിൽ ഒന്നും കൂടി ചോദിച്ചോളൂ. ഞാൻ കാണുന്ന മുറയ്ക്ക് ഞാൻ പറയാം കേട്ടോ. അടുത്തതായിട്ട് ഗീതു കൃഷ്ണ എന്ന ഭക്തയാണ് ചോദിച്ചിരിക്കുന്നത്, ചേച്ചി ഗുരുവായൂർ അമ്പലത്തിൽ ശ്രീകോവിലിന് അഭിമുഖമായി കണ്ണൻ വെണ്ണ ഉണ്ണുന്ന ഫോട്ടോ ഉണ്ടായിരുന്നു. വളരെ മനോഹരമായ വലിയ ഫോട്ടോ ആയിരുന്നു. ഇപ്പോൾ അത് കാണുന്നില്ല, സങ്കടമായി എടുത്തു മാറ്റിയതാണോ? ഞാൻ കണ്ടില്ലേ കുട്ടി ആ ഫോട്ടോ അവിടെ നിന്ന് പോയത്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഫോട്ടോ ആണ്. ഞാൻ ഒരുപാട് കാലം ആ ഫോട്ടോ നോക്കി പ്രാർത്ഥിച്ച് തിരിച്ചിറങ്ങി പോരാറുണ്ട്. പണ്ടൊക്കെ അങ്ങനെയാണല്ലോ, കിഴക്കേ ഗോപുരം വഴി നമുക്ക് അകത്തേക്കും കടക്കാം പുറത്തേക്കും കടക്കാം, അങ്ങനെയാണല്ലോ. ഇപ്പൊ കിഴക്കേ ഗോപുരം വഴി സാധാരണ നമ്മൾ ചുറ്റമ്പലത്തിൽ എത്തണം എന്ന് വിചാരിച്ച് പോണ ഭക്തർക്ക് പറ്റില്ല. അതൊക്കെ ക്യൂ കോംപ്ലക്സ് വഴി വരുന്ന ആൾക്കാർക്ക് മാത്രമേ പോകാൻ പറ്റുള്ളൂ. പുറത്തേക്ക് തിരിച്ചിറങ്ങാനും പറ്റില്ല. ഈ പുറത്തേക്ക് തിരിച്ചിറങ്ങുമ്പോഴാണല്ലോ ആ കൃഷ്ണനെ ശരിക്കും നമുക്ക് കാണാൻ പറ്റുക. അപ്പൊ പുറത്തേക്ക് നമുക്ക് കിഴക്കേ ഗോപുരം വഴി തിരിച്ചിറങ്ങാനേ പറ്റില്ല. അപ്പൊ ഈ അടുത്ത കാലത്തൊന്നും ഞാനിപ്പോ അത് കണ്ടിട്ടില്ല. ഞാൻ പിന്നെ ഇപ്പൊ കാണാറുള്ളത് ഉത്സവകാലത്ത് മാത്രമാണ്. ഉത്സവകാലത്ത് ഞാൻ പള്ളിവേട്ടയുടെയും മാറാട്ടിന്റെയും ഒന്ന് ഭഗവാൻ പുറത്തേക്ക് ഇറങ്ങിയിട്ടേ ഞാൻ പുറത്തേക്ക് വരാറുള്ളൂ. അപ്പൊ ആ പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് ആ കൃഷ്ണനെ നോക്കി തൊഴാറുണ്ട്. അതൊക്കെ എനിക്കൊരു നൊസ്റ്റാൾജിക് മെമ്മറിയാണ്. കാരണം ഞാൻ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ തൊട്ട് കണ്ടു തൊഴുതരുത്. ആ ഫോട്ടോ അവിടുന്ന് മാറ്റിന്ന് ഇപ്പൊ കുട്ടിയുടെ ഈ കമന്റ് കണ്ടപ്പോഴാണ് ഞാൻ മനസ്സിലാക്കണത്. ഞാൻ മനസ്സിലാക്കിയിട്ടില്ല ആ ഫോട്ടോ അവിടുന്ന് മാറ്റിയെന്ന്. എന്താ കാരണം എന്ന് ഞാൻ അന്വേഷിച്ചിട്ട് പറയാം കേട്ടോ. ആരോടെങ്കിലും ഒക്കെ ചോദിച്ചു നോക്കാം. കുമാരി ദേവദാസ് എന്ന ഭക്ത പറഞ്ഞിട്ടുണ്ട്, നമസ്കാരം സവിതക്കുട്ടി, ഞാൻ ആർത്രൈറ്റിസ് കൊണ്ട് ഒരുപാട് വേദന അനുഭവിക്കുന്ന ആളാണ്. 5 വർഷമായി മെഡിസിൻസ് എടുക്കുന്നു. ഒരുവിധം സ്മൂത്ത് ആയിട്ട് പോകുന്നുണ്ടായിരുന്നു. എന്നാൽ ഈ കുറച്ച് ദിവസങ്ങളായി വേദന വളരെ കൂടുതലാണ്. 5 വർഷമായിട്ട് പറ്റുന്ന പോലെ നാരായണീയം വായിക്കുന്നുണ്ട്, എപ്പോഴും മടങ്ങി പോകുന്നു, നാമം ജപിക്കാറുണ്ട്. പക്ഷെ ഒന്നിനും ഈടെയായ കൃത്യതയില്ല. എന്താണെന്ന് അറിയില്ല. അസുഖം മാറാനും ജപിക്കാനും എല്ലാ ബുദ്ധിമുട്ടുകൾ തീരാനും ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഗുരുവായൂരപ്പനോട് പ്രാർത്ഥിക്കുക തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഇടയ്ക്ക് വെച്ച് മുടങ്ങി പോകുന്നു എന്ന് പറയുമ്പോൾ ഒട്ടും വിഷമിക്കേണ്ട. ഞാൻ ഇതിന്റെ മുമ്പത്തെ ഒരു വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇംപെർഫെക്റ്റ് ആയിട്ടുള്ള ഭക്തരാണ് നമ്മൾ, പെർഫെക്റ്റ് ആയിട്ടുള്ള ഭക്തരല്ല. നമുക്ക് ഇന്ന് ചെയ്ത അതേ സമയത്ത് ഇപ്പൊ ചില മെഡിസിൻസ്, പ്രത്യേകിച്ച് ആയുർവേദ മെഡിസിൻസ് ഒക്കെ എടുക്കുമ്പോൾ നമ്മളോട് പറയാറുണ്ട്, രാവിലെ 6 മണിക്ക് കഷായം കഴിക്കുക, വൈകിട്ട് 6 മണിക്ക് കഷായം കഴിക്കുക, കൃത്യനിഷ്ഠ പാലിക്കുക, പഥ്യം പാലിക്കുക എന്നൊക്കെ പറയാറുണ്ടല്ലേ. ഇതേപോലെ തന്നെയാണ് ഈശ്വര ചിന്തകളും ഭക്തിയും ഒക്കെ നമ്മൾ ശരിക്കും ചെയ്യേണ്ടത്. രാവിലെ നേരത്തെ എഴുന്നേറ്റ് ഈ പറഞ്ഞ പോലെ ബ്രാഹ്മ മുഹൂർത്തത്തിൽ എണീക്കുക, സരസ്വതി യാമത്തിൽ എണീക്കുക എന്നൊക്കെ പറയില്ലേ, അങ്ങനെ വളരെ നേരത്തെ എഴുന്നേറ്റ് കുളിച്ച് നമ്മൾ ഇത്ര മണിക്കൂർ ഇരുന്ന് ജപിക്കുക. പണ്ടുള്ള ആൾക്കാരൊക്കെ അങ്ങനെ ചെയ്തിരുന്നു അത്രേ. പക്ഷെ ഇന്നത്തെ കാലത്ത് എനിക്ക് തോന്നണില്ല, 100 പേരെടുത്ത ഒരാളൊക്കെ ആയിരിക്കും ചിലപ്പോൾ അങ്ങനെ ചെയ്യണ്ടാവുക അല്ലെ. എല്ലാ ദിവസവും കൃത്യനിഷ്ഠയോട് കൂടിയിട്ട് ശ്രീ ഗുരുവായൂരപ്പന്റെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നത് വലിയ കാര്യം കേട്ടോ. അങ്ങനെ ചെയ്യുന്ന ആൾക്കാരോട് ഗുരുവായൂരപ്പന് ഒരു പ്രത്യേക ഇഷ്ടമുണ്ടായിരുന്നു. പക്ഷേ എല്ലാവർക്കും അങ്ങനെ പറ്റിക്കൊള്ളണമെന്നില്ല. അപ്പൊ ഗുരുവായൂരപ്പൻ വിചാരിക്കുകയാണ്, ഇപ്പൊ ഒരു 1000 പേര് ഭഗവാന്റെ അടുത്ത് വന്നു, അതിലൊരു 10 പേരൊക്കെ ഈ പറഞ്ഞ കൃത്യനിഷ്ഠ പാലിക്കണുള്ളൂ. എന്നാ പിന്നെ ഞാൻ 10 പേരെ മാത്രം അനുഗ്രഹിക്കാം, അങ്ങനെ വിചാരിക്കേണ്ട ഒരു മൂർത്തിയല്ല നമ്മുടെ ഉണ്ണികൃഷ്ണൻ. നമ്മുടെ ഉണ്ണികൃഷ്ണൻ ഈ 1000 പേരെയും ചേർത്ത് പിടിക്കും. ഒരാൾ ഒരു തവണ ഗുരുവായൂരപ്പാന്ന് വിളിച്ചാൽ ഗുരുവായൂരപ്പന് ഒരു 100 തവണ എന്താന്ന് വിളിയേക്കുന്നാണ് പറയാറുള്ളത് ആചാര്യൻ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇടയ്ക്ക് വെച്ച് നിർത്തിപ്പോയി അല്ലെങ്കിൽ മുടങ്ങി പോകുന്നുണ്ട്, കൃത്യതയോടുകൂടി ചെയ്യാൻ പറ്റുന്നില്ല, ഇതൊന്നും നമ്മളെ അലട്ടുന്ന പ്രശ്നമേ ആവണ്ട.
കൃത്യതയോടുകൂടി നമുക്ക് ഒരു കാര്യം ചെയ്യാൻ പറ്റും. എന്താണെന്നറിയോ? ചെറിയ മാറ്റം വരുത്താൻ പറ്റും. ചെറിയ മാറ്റം എന്ന് പറഞ്ഞാൽ നമ്മൾ നാരായണനാമം ജപിക്കുന്നുണ്ട്. അപ്പം എല്ലാവരും ജപിക്കുന്നുണ്ടാവും. കൃഷ്ണാരിമിത്രങ്ങൾ എല്ലാവരും ജപിക്കുന്നതാണ് എൻ്റെ വിശ്വാസം. ഈ നാരായണനാമം ജപിക്കുമ്പോൾ നമ്മൾ വിചാരിക്കുക ഒരു ദിവസം ഞാൻ ഉറപ്പായിട്ടും 12 നാരായണനാമം ജപിച്ചിരിക്കും. വെറും 12 കേട്ടോ, 1 2 12 മാത്രം. അത് നമ്മൾ ഉറപ്പിക്കുക മനസ്സിൽ. എന്നിട്ട് ഈ 12 നാമം ചിലപ്പോൾ നമ്മൾ വളരെ പ്രാരബ്ധത്തിൽ പെട്ടിട്ട് ഒരു ദിവസം നാരായണനാമം ജപിക്കാൻ മറക്കുക വിചാരിക്കുക. രാത്രി കിടക്കുകയായി. ആ കിടന്ന കിടപ്പില് ബെഡിൽ കിടന്ന് നിങ്ങൾ 12 നാരായണനാമം ചൊല്ലിക്കോളൂ, ഒരു കുഴപ്പമില്ല. ഇനിയിപ്പോൾ ഒരാൾ വിചാരിക്കുകയാണ് 12 നമസ്കാരം ഞാൻ മുടക്കില്ല. കഴിഞ്ഞൊരു 5-6 മാസമായിട്ട് 12 നമസ്കാരം ചെയ്യുന്നുണ്ട്. പെട്ടെന്ന് ഒരു ദിവസം മുടങ്ങിയാന്ന് വെച്ചാൽ മറന്നു പോവാണ്. അപ്പോൾ ഈ ഉറക്കത്തിൽ ഓർമ്മ വന്നു വെച്ചാൽ കമന്ന് കിടന്ന് നമസ്കരിച്ച് 12 തവണ മനസ്സുകൊണ്ട് നമസ്കരിക്കാം. ഇനിയിപ്പോൾ ഉറക്കത്തിൽ ഓർമ്മ വന്നില്ല, അന്നത്തെ ദിവസം കഴിഞ്ഞു പോയി വിചാരിക്കാം. ഒട്ടും പരിഭ്രമിക്കേണ്ട, നമുക്ക് അടുത്ത ദിവസം 24 നമസ്കരിക്കാം. അങ്ങനെ ചെയ്താലും മതി. ഇനി 24 നമസ്കാരം ഒരുമിച്ച് ചെയ്യാൻ പറ്റില്ല വിചാരിക്കാം. 12ന്റെ അന്നത്തെ 12 ചെയ്യാം. പിന്നെ 12 ദിവസം കൊണ്ട് ഈ പെൻഡിങ്ങുള്ള 12 നമസ്കാരം കൂടി അങ്ങോട്ട് ചെയ്യാം. അങ്ങനെ ആവാലോ. അപ്പോൾ അതിലൊന്നും ഒട്ടും പരിഭ്രമിക്കേണ്ട. അതുകൊണ്ടാണ് ഈ വേദന കൂടുന്നത് എന്നൊരിക്കലും വിചാരിക്കരുത് കേട്ടോ. ഇനി അസുഖം മാറാനും എല്ലാ ബുദ്ധിമുട്ടുകളും തീരാനും എന്താ ചെയ്യാന്ന് ചോദിച്ചാൽ നാരായണീയത്തിൽ 65-ാമത്തെ ദശകം തൊട്ട് 69-ാമത്തെ ദശകം എല്ലാ ദിവസവും എന്ത് പ്രശ്നത്തിനും ചൊല്ലാവുന്നതാണ്. കൃത്യനിഷ്ഠ ഉണ്ടാവണോ അങ്ങനെ ചൊല്ലിക്കോളൂ. വേദനകൾ മാറണോ അങ്ങനെ ചൊല്ലിക്കോളൂ. മനസ്സിന് സന്തോഷം ഉണ്ടാവണോ അങ്ങനെ ചൊല്ലിക്കോളൂ. കന്യകമാരുടെ ശ്രേയസിനാണെന്നാണ് അത് പറയാറുള്ളത്, അവർ ചൊല്ലിക്കോളൂ. ഇനി വിവാഹം കഴിഞ്ഞ് ദാമ്പത്യ കലഹം ഉണ്ടോ അങ്ങനെ ചൊല്ലിക്കോളൂ. എല്ലാത്തിനും എന്ത് പ്രശ്നത്തിനും 65 മുതൽ 69 വരെ ചൊല്ലുന്നവരുടെ കയ്യിൽ പരിഹാരമുണ്ട്. ഗുരുവായൂരപ്പൻ അവരുടെ അടുത്ത് പരിഹാരം നേരത്തെ കൊണ്ടുപോയി കൊടുക്കും. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ചെയ്തോളൂ കേട്ടോ. അടുത്തതായിട്ട് നന്ദു എന്ന ഭക്തനാണ് ചോദിച്ചിരിക്കുന്നത്, വൃന്ദാദേവിക്ക് അങ്ങനെ ചീത്തയായി യോഗം ഉണ്ടാകാൻ എന്തായിരിക്കും കാരണം എന്ന്. ഇന്നലെ പറഞ്ഞ കഥയുണ്ടല്ലോ, ഈ കഥയില് പാതിവൃത്യം നശിച്ചു പോയത് കൊണ്ടാണ് വൃന്ദയ്ക്ക് എന്താ പറയാ ഭഗവാനെ ശപിക്കേണ്ടി വന്നത് എന്ന് പറയണ്ടല്ലോ. പക്ഷെ അവിടെ അങ്ങനെ ചീത്തയായി എന്ന് പറയാൻ പറ്റില്ല. കാരണം ആരാണ് വൃന്ദാദേവിയെ പ്രാപിക്കാനായിട്ട് വന്നത്? സാക്ഷാൽ മഹാവിഷ്ണുവാണ് വന്നത്. സാക്ഷാൽ പരബ്രഹ്മമൂർത്തിയാണ്. നമ്മൾ ഓരോ ജീവന്റെയും ആധാരം ഭഗവാനാണ് അല്ലെ. ആ ജീവനെ ഒന്ന് അദ്ദേഹം വാരിപ്പുണർന്നാൽ എന്താ അതിലൊരു മിസ്റ്റേക്ക് പറയാനുള്ളത്? പണ്ട് മോഹിനി രൂപം, മഹാദേവന്റെ മോഹിനി രൂപം, ഞാൻ കഥ പറയാട്ടോ. മഹാദേവന് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് കൈലാസത്തില് ഭഗവാന് തോന്നിയിത്രേ ഈ അമൃത കുംഭത്തിൽ നിന്ന് അമൃത് കൊടുക്കാനായിട്ട് മഹാവിഷ്ണു മോഹിനി രൂപം പൂണ്ടുന്ന്. അപ്പൊ അദ്ദേഹത്തിന് തോന്നിയിത്രേ, എന്നാ പിന്നെ എനിക്കും ആ ഒരു മോഹിനി രൂപം എങ്ങനെയുണ്ടെന്ന് കാണണ്ടേ. ഭഗവാന്റെ മോഹിനി രൂപം വളരെ സുന്ദരിയാണെന്നൊക്കെ കേട്ടിട്ടുണ്ട്, എനിക്ക് കാണണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ അദ്ദേഹം കൈലാസത്തിലെ പാർവതി ദേവിയോട് പറഞ്ഞു, എനിക്ക് അങ്ങനെ കാണണം എന്ന് ആഗ്രഹമുണ്ട് മോഹിനി രൂപം. പാർവതി ദേവി പറഞ്ഞു, എന്തിനാ വെച്ച് താമസിപ്പിക്കണം, നമുക്ക് ഇപ്പൊ തന്നെ വൈകുണ്ഠത്തിലേക്ക് പോവാലോ എന്ന്. അങ്ങനെ മഹാദേവനും വൈകുണ്ഠനാഥനും കാണാനിടയായി. പാർവതി ദേവിയെയും കൂട്ടി വൈകുണ്ഠത്തിലേക്ക് പോയി. വൈകുണ്ഠനാഥനെ കണ്ടു. ലക്ഷ്മി സമേതനായിട്ട് അദ്ദേഹം അവിടെയുണ്ട്. അപ്പൊ അദ്ദേഹം ഇങ്ങനെ മഹാദേവനെ സ്വീകരിച്ചപ്പോൾ മഹാദേവൻ പറഞ്ഞു, എനിക്ക് അങ്ങയുടെ മോഹിനി രൂപം ഒന്ന് കണ്ടാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു. അപ്പോൾ ഭഗവാൻ ഇങ്ങനെ ചിരിച്ചുകൊണ്ട്, ഒരു കള്ളച്ചിരി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അത് വേണോ ചോദിച്ചു. അതെന്താ അങ്ങനെ ചോദിച്ചേ, എനിക്ക് എന്താ കണ്ടുകൂടെ ചോദിച്ചു മഹാദേവൻ. അല്ല, മോഹിനി രൂപമാണ്, അപ്പോൾ ചിലപ്പോ ഒരു മോഹമൊക്കെ തോന്നാനുള്ള സാധ്യതയില്ലേ എന്ന് ചോദിച്ചു അത്രേ. അപ്പൊ മഹാദേവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എനിക്കോ, അതും എൻ്റെ കൂടെ പാർവതി ദേവി ഉള്ളപ്പോഴോ, അത് ഞാൻ ഇത്രയും ബ്രഹ്മചാരിയായിട്ടുള്ള എനിക്കോ എന്തെങ്കിലും ഒരു വ്യത്യാസം വരുന്ന അങ്ങേക്ക് തോന്നുന്നുണ്ടോ എന്ന് തിരിച്ചും ചോദിച്ചു. അപ്പോൾ മഹാദേവനോട് മഹാവിഷ്ണു ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എന്നാ ശരി, സ്ത്രീയായിട്ട് വേഷം കെട്ടണമല്ലോ, കുറച്ച് സമയമൊക്കെ എടുക്കും, അങ്ങ് ഇവിടെ നിൽക്കൂ, ഞാൻ പോയിട്ട് വരാം. മഹാദേവൻ പറഞ്ഞു, വിരോധമില്ല. അപ്പോഴേക്കും ലക്ഷ്മി ദേവിയും പാർവതി ദേവിയും കൂടി സംസാരിക്കാനായിട്ട് അവരുടെ വിശേഷങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പോയി. മഹാദേവൻ അവിടെ വൈകുണ്ഠത്തിലെ ഉദ്യാനം നോക്കിക്കൊണ്ട് ഇങ്ങനെ നടക്കുകയായിരുന്നു കേട്ടോ. വളരെ മനോഹരമായ ഉദ്യാനം. ആ ഉദ്യാനത്തിലെ മഹാദേവൻ ഇങ്ങനെ നടക്കുമ്പോഴാണ് വളരെ സുന്ദരിയായിട്ടുള്ള ഒരു സ്ത്രീ പന്ത് തട്ടി കളിക്കുന്നത് കണ്ടു. പന്ത് ഇങ്ങനെ തട്ടി 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 വരുന്നത് കണ്ടപ്പോ മഹാദേവൻ ആരാണ് ഈ സുന്ദരി എന്നുള്ള ഭാവത്തില് ആ സുന്ദരിയെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. ആ സമയത്ത് പന്ത് ഇങ്ങനെ തട്ടി തട്ടി മഹാദേവന് തോന്നി, ആ പന്ത് തട്ടാൻ ഞാനും കൂടി ഒന്ന് പോയാലോ എന്ന്. ആ സമയത്താണ് ആ പന്ത് ഉരുണ്ട് 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 മഹാദേവന്റെ കാൽക്കൽ വന്നത്.
മഹാദേവൻ പന്തെടുത്തു. പന്തെടുത്ത സമയത്ത് മോഹിനി ദേവി അടുത്തേക്ക് വന്നിട്ട് പറഞ്ഞു, എനിക്ക് ആ പന്ത് തരുമെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഈ പന്ത് വേണല്ലേ എന്ന് ചോദിച്ചിട്ട് അദ്ദേഹം തട്ടാൻ തുടങ്ങി, കൂടെ തട്ടാൻ തുടങ്ങി. പന്തൊക്കെ തട്ടുന്നതിന്റെ ഇടയിൽ മഹാദേവനെ ഒരിക്കൽ മോഹിനിയുടെ അടുത്ത് വരെ എത്തി. അങ്ങനെ അദ്ദേഹം കെട്ടിപ്പിടിച്ചു ഈ മോഹിനി ദേവി. അവരെന്താ ചെയ്തതെന്നറിയോ? വേഗം തട്ടി, ദേവി അങ്ങോട്ട് തട്ടി മാറ്റി ഓടാൻ തുടങ്ങി. മഹാദേവൻ വിട്ടില്ല, പിന്നാലോടി. അങ്ങനെ കുറച്ചു ദൂരം ഓടുകയും അവിടെ കുറച്ചിങ്ങനെ എത്താറായവ ഒന്ന് കെട്ടിപ്പിടിക്കുകയും പിന്നെയും ഓടുകയും പിന്നെയും കെട്ടിപ്പിടിക്കുകയും ഇതിങ്ങനെ തുടർന്നു. കുറച്ചു കഴിഞ്ഞപ്പോഴാണ് മഹാദേവന് ഒരു ബോധോദയം ഉണ്ടായത്. ഞാൻ എന്താ ഈ ചെയ്യുന്നത്? സ്ഥാണുവാൻ പെരുമാൾ എന്ന പേരുള്ള ഞാൻ ഒരു സ്ത്രീയുടെ പുറകെ ഇങ്ങനെ ഓടി, അതും 17-14 ലോകങ്ങളിൽ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കെ എന്താ ഞാൻ ഈ ചെയ്യണത്? അദ്ദേഹത്തിന് വളരെയധികം വിഷമായി. അദ്ദേഹം വിചാരിച്ചു, എൻ്റെ ആ ഒരു ബ്രഹ്മചര്യം ഇവിടെ അവസാനിച്ചിരിക്കുന്നു. ഞാൻ ആ എത്ര മനസ്സിന് എത്രത്തോളം കൺട്രോൾ ഉള്ള വിൽ പവറുള്ള മഹാദേവനാണ് ഞാൻ. ഈ മഹാദേവനായ ഞാനാണോ ഇങ്ങനെ ഒരു സ്ത്രീയുടെ പുറകെ കിടന്ന് ഓടുന്നത്? അദ്ദേഹത്തിന് സങ്കടം സഹിക്കാൻ വയ്യാതായി. അദ്ദേഹം കരയാൻ തുടങ്ങി. ആ സമയത്ത് മഹാവിഷ്ണു മോഹിനി രൂപത്തിൽ വന്നിട്ട് പറഞ്ഞു, അങ്ങ് എന്തിനാണ് ഇങ്ങനെ പരിഭ്രമിക്കുന്നത്? ഇത് ഞാനല്ലേ, സാക്ഷാൽ മഹാവിഷ്ണു അല്ലേ എന്ന് പറഞ്ഞ ഒരു നിമിഷം കൊണ്ട് അദ്ദേഹം ആ മോഹിനി രൂപം മാറി മഹാവിഷ്ണു രൂപത്തിൽ വന്നു. എന്നിട്ട് ഭഗവാൻ ചോദിച്ചു, ഉത്തര എന്നെ അല്ലേ അങ്ങ് ഇത്ര നേരം കെട്ടിപ്പിടിച്ചത്? അതിനാണോ അങ്ങ് ഇത്രയും വിഷമിക്കേണ്ടതെന്ന്. മഹാദേവൻ അപ്പോൾ ഒരു നിമിഷം, ഞാൻ അങ്ങനെയാണോ കെട്ടിപ്പിടിച്ചത്? പക്ഷെ അങ്ങ് കണ്ടത് മോഹിനിയെയാണ്, ഞാനല്ലേ മോഹിനി എന്ന് ചോദിച്ച സമയത്ത് അദ്ദേഹം പറഞ്ഞു, അല്ല പക്ഷെ അങ്ങൊന്ന് സംശയം ഉണ്ടെങ്കിൽ അങ്ങയുടെ ദേഹത്തേക്ക് നോക്കൂ എന്ന് പറഞ്ഞു. അദ്ദേഹം ദേഹത്തേക്ക് നോക്കിയപ്പോൾ അദ്ദേഹം ഭസ്മധാരിയാണല്ലോ, എപ്പോഴും ഭസ്മം ധരിച്ചുകൊണ്ടല്ലേ കാണാറില്ലേ. ആ ഭസ്മധാരിയെ ഒരു നിമിഷം നോക്കുമ്പോൾ ഉണ്ട് കളഭധാരിയായിട്ട് കാണുന്നു. ഭസ്മവും കളഭവും ഒക്കെ ഒരുമിച്ചായിട്ടുണ്ട്. ആരാ കളഭം തൊടാറുള്ളത്? ഞാനല്ലേ കളഭം തൊടാറുള്ളത്, അങ്ങല്ലേ ഭസ്മധാരി. എന്നെ ഒന്ന് നോക്കുമ്പോൾ മഹാവിഷ്ണുവിന്റെ ദേഹത്തൊക്കെ നിറയെ ഭസ്മമായിട്ടുണ്ട്. അപ്പോൾ ആരും തമ്മിലാണ് ചേർന്നത്? ശങ്കരനും നാരായണനും തമ്മിലാണ് ചേർന്നത്. ശങ്കര നാരായണ സംഗമമാണ് ഇവിടെ സംഭവിച്ചത്. അതിലെന്താ അങ്ങേക്ക് വിഷമമുണ്ടോ എന്ന് ചോദിച്ചു. ആ ചോദ്യത്തിന്റെ മുമ്പിൽ മഹാദേവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഇത്ര നേരം എനിക്ക് മനസ്സിലായില്ല ഞാൻ അങ്ങേയാണ് കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കുന്നതെന്ന്. അറിഞ്ഞുകൊണ്ട് എനിക്ക് അങ്ങേ ഒന്ന് കെട്ടിപ്പിടിക്കണം എന്ന്. അത് പറഞ്ഞുകൊണ്ട് ആ ശങ്കരൻ നാരായണനെ കെട്ടിപ്പിടിച്ചു നിൽക്കുന്ന ഒരു രംഗം ആചാര്യൻ എപ്പോഴും കാണിച്ചു തരാറുണ്ട് കേട്ടോ. ഇതേമാതിരി സാക്ഷാൽ പരബ്രഹ്മമൂർത്തിയെ ഒന്ന് കെട്ടിപ്പിടിക്കാൻ ഒരു അവസരം ആ വൃന്ദാദേവിക്കുണ്ടെങ്കിൽ എത്ര പവിത്രയായിരിക്കും ആ വൃന്ദാദേവി എന്നൊന്ന് ആലോചിച്ച് നോക്കൂ. അവിടെ ഒരു തെറ്റ് എന്ന് പറയാൻ പറ്റില്ല. പാതിവൃത്യം നശിപ്പിക്കാൻ ഭഗവാനാണ് നിശ്ചയിച്ചിരിക്കുന്നത് എങ്കിൽ അതൊരു ഭാഗ്യം എന്നല്ലേ പറയാൻ സാധിക്കുള്ളൂ. എന്തായാലും ഈ മോഹിനിയുടെ കഥ ഇവിടെ അവസാനിച്ചില്ല കേട്ടോ. മോഹിനി അതിനുശേഷം ഒരു എന്താ പറയുക കുഞ്ഞു ഉണ്ണിയെ കൊണ്ട് മഹാദേവന്റെ അടുത്തേക്ക് വന്നു. ഇത്രയും മോഹിനി രൂപത്തിൽ തന്നെ മഹാവിഷ്ണു. ആ ഉണ്ണിയുടെ പേരാണ് കലിയുഗ വരദനായ നമ്മുടെ സാക്ഷാൽ അയ്യപ്പൻ മണികണ്ഠൻ എന്നും കൂടി പറയാറുണ്ട് ആചാര്യൻ. ആ ഉണ്ണിയെ കുറിച്ച് എടുത്തെടുത്തെടുത്ത് വിസ്തരിച്ച് പറയാറുണ്ട് കേട്ടോ. കർപ്പൂരത്തിന്റെ നിറം അത് ആരുടെയാ? സംശയമില്ല മഹാദേവന്റെ നിറം തന്നെയാണ്. ഒപ്പം ആ ഉണ്ണിക്ക് വൈഷ്ണവന്മാരുടെ ചിഹ്നം പോലെ ആ അടയാളം പോലെയാണ് നല്ല നീട്ടി വരച്ച ഒരു കുറിയുണ്ട് കളഭത്തിന്റെ. എങ്ങനെയാണ് ഒരു ഗോപിക്കുറി? എങ്ങനെയാണ് ആ ഗോപിക്കുറി? നിറയെ ഭസ്മം തൊട്ടിട്ടുണ്ട്. അതിന്റെ നടുവിലായിട്ടാണ് അത്രേ ഈ കളഭം കൊണ്ട് കുറി വരച്ചിരിക്കുന്നത്. പോരാത്തതിന് ഒരു പീലി തിരുമുടി കൂടി വെച്ചിട്ടുണ്ട് അത്രേ ഭഗവാന്റെ ആ ഒരു മണികണ്ഠന്റെ എന്താ പറയുക ശിരസില്. നിറയെ രുദ്രാക്ഷമാലകൾ കൊണ്ട് അലങ്കരിച്ചിട്ടുണ്ട് അത്രേ അദ്ദേഹത്തിന്റെ ആ ഒരു വക്ഷസ്ഥലം. അങ്ങനെ അദ്ദേഹത്തിനെ ശരിക്കും പറയാ ശങ്കരന്റെയും നാരായണന്റെയും കൂടി രൂപമുള്ള നമ്മുടെ കലിയുഗ വരദനായിട്ടുള്ള നമ്മൾ മലയാളികളുടെ നമ്മളുടെ കേരളീയരുടെ സ്വന്തമായിട്ടുള്ള അയ്യപ്പ സ്വാമിയെയും കൊണ്ട് മോഹിനി ദേവി വരുന്ന ഒരു കഥയും കൂടി ഇദ്ദേഹം എപ്പോഴും അനുസ്മരിച്ച് കേൾക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു കഥ അനുസ്മരിക്കാനും കൂടി ഈ നന്ദുവിന്റെ ചോദ്യത്തിലൂടെ സാധിച്ചു എന്നുള്ളത് വലിയ കാര്യമായിട്ട് വലിയ അനുഗ്രഹമായിട്ട് കണക്കാക്കുന്നു. അപ്പൊ ഇന്ന് അത്രയും ചോദ്യങ്ങളേ ഉള്ളൂ. കൂടുതൽ ചോദ്യങ്ങളും കൂടുതൽ ഉത്തരങ്ങളുമായിട്ട് അടുത്ത ദിവസത്തെ വീഡിയോയിൽ കാണാമെന്ന് വിചാരിക്കുന്നു. സർവ്വരോഗ വിനാശന, സർവ്വപാപ വിനാശന, സർവ്വദുഃഖ വിനാശന, സർവ്വസൗഖ്യപ്രദായക ശ്രീ ഗുരുവായൂരപ്പ ശരണം ഹരേ.